നാട്ടുകാരുടെ എല്ലാവരുടെയും കഠിനമായ പ്രവർത്തനം മൂലം നമ്മുടെ പോത്തുകല്ല് റോഡിലെ ബ്ലോക്ക് തീർത്തുകൊണ്ട് ബസ് നമ്മുടെ ഇതാ ചാലുവായിരിക്കുകയാണ്. നമ്മുടെ PCM എന്ന് പറയുന്ന ബസ്സാണ് ഉദ്ഘാടനം നടത്തുന്നത്. നാട്ടുകാർ പാതിരിപ്പാടങ്കാർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം ഇതാ നമ്മുടെ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് PCM ഇതാ കടന്നു വരികയാണ്. ഇവിടെ ഈ റോഡിലെ ബസ് റൂട്ട് നിർത്താൻ പാടില്ല. അതാ നാട്ടുകാർ ഒറ്റക്കെട്ടായി ജനങ്ങളെല്ലാം കയ്യും മെയ്യും മറന്നുകൊണ്ട് പാതിരിപ്പാടത്തെ പ്രവാസി മലയാളികളടക്കം സഹായിച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോ ജനങ്ങളുടെയും പ്രവർത്തനമാണ് ഈ റോഡ്. ഇന്ന് പണി തുടങ്ങി, ഇന്ന് തന്നെ അത് പൂർത്തീകരിച്ചു. കലുങ്ക് പിന്നീട് എപ്പോഴെങ്കിലും പണിയട്ടെ, പക്ഷേ ഇവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ടാൻ പാടില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്നത് ഒഴിവാകാൻ പാടില്ല. ഇവിടുത്തെ പാവം പിടിച്ച ജനങ്ങൾ ബസ്സിൽ പോയി കഴിഞ്ഞ് പണിക്ക് പോകുന്ന ആളുകളുടെ അന്നം മുടങ്ങാൻ പാടില്ല എന്നുള്ള ഒറ്റ തീരുമാനത്താൽ പാതിരിപ്പാടത്തെ നിവാസികളെല്ലാം ചേർന്നുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഈ പണി പൂർത്തീകരിച്ചു. ഇതിലെ ബസ് റൂട്ട് പൂർവാധികം ഭംഗിയായി നടത്തുമെന്ന് ഒറ്റ വാശി. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ കുഞ്ഞിറ്റാക്ക പറഞ്ഞ പോലെ തന്നെ നാട്ടുകാരെ കയ്യും മേയും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പണി പൂർത്തീകരിച്ചു. ഈ പാതിരിപ്പാട നിവാസികൾക്ക് എല്ലാവർക്കും അഭിനന്ദനത്തോടെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഓക്കെ മുസ്തഫ, ഹാപ്പി അല്ലേ? രാവിലെ മുതലുള്ള അധ്വാനമാണ്. ഒറ്റ ദിവസം മിനിയാന്നൊരു തീരുമാനം എടുത്തു. ഒറ്റ തീരുമാനം. അടുത്ത ബസ് റൂട്ട് അവിടുന്ന് നമ്മുടെ പോത്തുകല്ല് മുണ്ടേരി ഭാഗത്തുനിന്ന് അടുത്ത് വരുന്നു. ജനങ്ങളെല്ലാം ഹാപ്പിയിലാണ്. മാട്ടുമ്മൽ എന്ന ബസ്സാണ് നമ്മുടെ നിലമ്പൂർ വണ്ടൂരിലേക്ക് ഓടുന്നു. നാട്ടുകാർ തീരുമാനിച്ചാൽ നടക്കാത്ത കാര്യമില്ല. ഓഹോ, ഇതാ വന്നു അടുത്ത കണ്ടോ. ഇതാണ് കയ്യും മെയ്യും മറന്നുകൊണ്ടുള്ള നാട്ടുകാരുടെ പ്രവർത്തനം. ഇതിലെ ബസ് റൂട്ട് നിലനിർത്തും. ഇത് ഞങ്ങൾ ഒരിക്കലും അപ്പോൾ നമ്മുടെ റോഡ് ഇന്ന് തുടങ്ങി, ഇന്ന് തന്നെ ചാലുവായി. ഇത് പൊളിഞ്ഞു പോയ കലുങ്കിൻ്റെ അവശിഷ്ട ഭാഗങ്ങളാണ്. ഇതിലെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഊടുവഴികളിലൂടെ ആയിരുന്നു ബസ് യാത്ര ചെയ്തിരുന്നത്. ഒരുപാട് കണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളുടെ, കുഞ്ഞുങ്ങളുടെ, സ്കൂൾ വിദ്യാർത്ഥികളുടെ, ജോലിക്ക് പോകുന്ന ആളുകളുടെ ഒക്കെ ജീവിത മാർഗം മുട്ടിച്ചുകൊണ്ടാണ് ഇതിലെ ബസ് റൂട്ട് നിർത്തിയിരുന്നത്. അപ്പോൾ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രമാണിച്ചുകൊണ്ട് ഇവിടെ പെട്ടെന്ന് കലുങ്ക് വരണമുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇത് മലയോര ഹൈവേ ആയതുകൊണ്ട് ഇത് ഒത്തിരി താമസം വരുമെന്ന് പഞ്ചായത്ത് ഭരണാധികാരികളും നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികളും പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ ഒറ്റ തീരുമാനമെടുത്തു. ഇതിലെയുള്ള ബസ് റൂട്ട് നിർത്താൻ പാടില്ല, ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇതിലെ റോഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് പാതിരിപ്പാടത്തെ നിവാസികളെല്ലാം ഒറ്റക്കെട്ടായി കയ്യും മെയ്യും മറന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ റോഡ് പണി പൂർത്തീകരിച്ചത്. അതിലൂടെ ഇപ്പം ഇന്ന് വൈകുന്നേരം മുതൽ ബസ് റൂട്ട് തുടങ്ങി. എല്ലാവർക്കും ആശ്വാസം. ഇത് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഇത് മുണ്ടേരി സീഡ് ഫാമിലേക്ക് പോകുന്ന ഒരു റോഡാണ്. ഇത് അപ്പൻകാപ്പ മുണ്ടേരി ദൂര സ്ഥലങ്ങളിലേക്കുള്ള ഒത്തിരി ദൂരം യാത്ര ചെയ്യുന്ന ഒരു റോഡ്. ആ റോഡ് ബ്ലോക്കായി കഴിഞ്ഞാലുള്ള അവസ്ഥ, ഇവിടുത്തെ വ്യാപാരികളുടെ അവസ്ഥ, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥ, ഇവിടുത്തെ പാവം പിടിച്ച ആളുകൾ ജോലിക്ക് പോകേണ്ട അവസ്ഥ എല്ലാം താറുമാറായിരുന്നു. എന്നാൽ ഒറ്റ ദിവസത്തെ പ്രയത്നം കൊണ്ട് മിനിയാന്നെടുത്ത തീരുമാനം, ആ തീരുമാനത്തെ ഒറ്റ ദിവസത്തെ പ്രയത്നം കൊണ്ട് ഇവിടെ പുതിയൊരു റോഡ്, ഒരു താൽക്കാലിക റോഡ് നവീകരിച്ചു, സൃഷ്ടിച്ചു. ഇനി ചെയ്യേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് മഴക്കാലം കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ റോഡ് നിർമ്മിക്കാൻ കഴിഞ്ഞത്. ഇനി മഴ വന്നാൽ അടുത്തത് ശരിയാവില്ല, ഈ കലുങ്ക് പൊളിഞ്ഞു ചാടാനായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പാതിരിപ്പാട നിവാസികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടുന്ന കലുങ്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടികൾ ചെയ്യണമേ എന്ന് വിനീതമായി പാതിരിപ്പാടങ്കാരുടെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കലുങ്ക് നവീകരിക്കുക. ഈ കലുങ്കിൻ്റെ ശോചനീയാവസ്ഥ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. വളരെ ദയനീയമാണ്. ആക്സിഡൻറ്റ്, അപകടങ്ങൾ എത്രയോ നമ്മൾ മുന്നിൽ കണ്ടിരിക്കുന്നു. എന്നിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം കണ്ടോ, എത്രയോ ഉള്ളിലേക്ക് ഇപ്പോൾ വെട്ടം കുറവാണ് കണ്ടോ. പൊളിഞ്ഞു വീഴാനായിരിക്കുന്ന കലുങ്കാണ്. അത് എത്രയും പെട്ടെന്ന് പുനഃസൃഷ്ടിക്കുക. അവർ കാരണം പറഞ്ഞത് ഇത് നമ്മുടെ മലയോര ഹൈവേ ആയതുകൊണ്ട് ഇത് എസ്റ്റിമേറ്റ് എടുക്കാനും കോൺട്രാക്ട് എടുക്കാനും ഒക്കെ ഒത്തിരി താമസമുണ്ടെന്ന് പറയാം. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിച്ചു ഇതിലെ ബസ് റൂട്ട് ഞങ്ങൾ നിർത്തില്ല. ബസ് റൂട്ട് ഞങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് അപ്പുറത്ത് കൂടെ വേറൊരു റോഡ്, നമ്മുടെ വെല്ലി പാലം നമ്മുടെ ഇവിടെ ദുരന്ത മേഖലയിലുണ്ടായ പാലം പണിതുപോലെ, വെയിലി പാലം പണിതുപോലെ ജനങ്ങൾ തീരുമാനിച്ചു ഞങ്ങളിതിൽ റോഡുണ്ടാക്കുന്നത്. അവിടെ
താൽക്കാലികമായിട്ട് അവരൊരു കലുങ്ക് പോകേണ്ട സമയത്ത് ഒരു ഓവ് വെച്ച് അതിലൂടെ മണ്ണടിച്ച് അവർ റോഡ് പുനർക്രമീകരിച്ചു. ബസ് റൂട്ട് ചാലുവായിട്ടുണ്ട്. അപ്പോൾ പാതിരിപ്പാടംകാർക്ക് അഭിമാനിക്കാം. പാതിരിപ്പാടംകാർക്ക് മാത്രമല്ല, ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് അഭിമാനിക്കാം. ഓക്കെ, അപ്പം നിർത്തുന്നു. സന്തോഷത്തോടെ ജോഷ് മലയിൽ.